ഒരു വർഗത്തെ മുഴുവൻ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ അർജുനന്റെ കൊച്ചുമകൻ തീരുമാനിച്ച കഥ നിങ്ങൾക്കറിയാമോ? മഹാഭാരത യുദ്ധം അവസാനിച്ചു. പാണ്ഡവർ രാജ്യം വിട്ടു. അർജുനന്റെ കൊച്ചുമകൻ പരീക്ഷിത് രാജാവ് ഭൂമി ഭരിക്കുന്ന കാലം. എന്നാൽ ഒരു നിമിഷത്തെ അഹങ്കാരം അദ്ദേഹത്തിന്റെ വിധി മാറ്റിമറിച്ചു. ധ്യാനത്തിലിരുന്ന ഒരു ഋഷിയെ പരിഹസിച്ചതിന് പരീക്ഷിത്തിന് ഒരു ശാപം ലഭിച്ചു. 7-ാം നാൾ നീ തക്ഷകൻ എന്ന പാമ്പിന്റെ കടിയേറ്റ് മരിക്കും. മരണമൊഴിവാക്കാൻ രാജാവ് 7 നില കോട്ട കെട്ടി ഒളിച്ചിരുന്നു. എന്നാൽ വിധി തടയാൻ ആർക്കും കഴിയില്ല. ഒരു പഴത്തിനകത്ത് പുഴുവായി ഒളിച്ചുകടന്ന തക്ഷകൻ 7-ാം നാൾ രാജാവിനെ ദംശിച്ചു. കുരുവംശത്തിന്റെ നാഥൻ മരിച്ചു വീണു. പിതാവിന്റെ മരണം മകൻ ജനമേജയനെ തളർത്തിയില്ല, പകരം ക്രോധത്താൽ ജ്വലിപ്പിച്ചു. ലോകത്തിലെ മുഴുവൻ പാമ്പുകളെയും ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹം സർപ്പസത്രം ആരംഭിച്ചു. മന്ത്രശക്തിയാൽ പാമ്പുകൾ ഒന്നൊന്നായി അഗ്നിയിലേക്ക് വന്നു വീണു. തക്ഷകൻ പോലും അഗ്നിയിൽ വീഴാൻ പോകുന്ന നിമിഷം, ഭൂമിയിൽ നിന്ന് പാമ്പുകളുടെ വംശം അപ്രത്യക്ഷമാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. അപ്പോഴാണ് ആസ്തീകമുനി അവിടെ എത്തിയത്. ആസ്തീകന്റെ ബുദ്ധിപരമായ വാക്കുകൾ ജനമേജയന്റെ മനസ്സു മാറ്റി. പ്രതികാരത്തിന്റെ അഗ്നി അണഞ്ഞു. തക്ഷകനും വംശവും രക്ഷപ്പെട്ടു. ഇന്നും ഈ കഥ നമുക്ക് നൽകുന്ന പാഠം ഒന്നാണ്: പ്രതികാരം ആരെയും രക്ഷിക്കില്ല. ക്ഷമയാണ് ഏറ്റവും വലിയ ധർമ്മം.